നോവ സദോയി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു, ഇനി ഇന്ത്യൻ ജേഴ്സിയിൽ കാണാം എന്നുള്ളതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചു എന്നുള്ളതായിരുന്നു. ഇത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള ബ്ലാസ്റ്റേഴ്സ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു തരത്തിൽ ഈവൻ സ്റ്റാർട്ടിങ് സോഷ്യൽ മീഡിയ മുതൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് വരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഞാൻ കൂടുതൽ ഇതിൽ വിമർശിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ടീമാണ്. അതിൽ കൂടുതലും പറയാറുള്ളത് നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയാറുള്ളത്. അമ്മാതിരി എന്താ പറയുക, ക്യാപ്ഷനോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ആവാറില്ല. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല. ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അത് ആ പ്രൊഫഷണലിസത്തോടെ തന്നെ കൊണ്ടു നടക്കണം. കാരണം അതാണല്ലോ ഇത്, വെറുതെ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ്. ഇപ്പോൾ നമ്മൾ അടിച്ചപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഇൻ ഇന്ത്യ എന്നുള്ള സാധനമാണ് വന്നത്. ഇത് കണ്ടോ, ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വെബ്സൈറ്റ്. നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ഇത് കണ്ടോ, കേരള ബ്ലാസ്റ്റേഴ്സ് FC സയൻസ് ബികാഷ് ഈ ഒരു സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഗോൾ കീപ്പറുടെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്, സൈൻ ചെയ്തത്. ഇപ്പോൾ ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക്, ഒരുപാട് അത്രയും എന്താ പറയുക, ഒരിക്കലും ഒരു പ്രൊഫഷണൽ ക്ലബ്ബ്, ഒരു കമ്പനി, ഈ ഒരു പ്രൊഫഷണൽ വലിയ ഫുട്ബോൾ ക്ലബ്ബ് പോട്ടെ, എത്രയും ആരാധകരും കാര്യങ്ങളുമില്ല, ഒരു ചെറിയൊരു കമ്പനി ഉണ്ടല്ലോ, അതുവരെ അവരുടെ വെബ്സൈറ്റ് നന്നായിട്ട് നോക്കും. ഇത് നോക്കാം, ഈ ടീം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ടീം ഇതുണ്ടോ, സ്വാഗതം കമൽജിത്ത് സിംഗ്, ഇതിലുണ്ടല്ലോ, ഇത് നോക്കിക്കോളി, ഫസ്റ്റ് ടീം. ഇത് നോഹയുടെയാണ് ഏറ്റവും വലിയ വിറ്റ്. എന്താ പറയുക, അതൊക്കെ നോഹ എന്ന് പറയുന്നത് നമ്മുടെ ടീമിലെ മെയിൻ പ്ലെയറാണ്. ഇത് കണ്ട, സച്ചിൻ സുരേഷ് ഉണ്ട്, നോറ ഫെർണാണ്ടസ് ഉണ്ട്, സോംകുമാർ മിഞ്ഞാന്ന് ടീം വിട്ടുപോയ ആളാണ്. പിന്നെ അൽസാബിത്ത് സുലൈമാൻ. ഇതുവരെയായിട്ടൊരു അപ്ഡേഷൻ വരുത്തിയിട്ടില്ല. എത്ര മിനിറ്റ് വേണം അപ്ഡേഷൻ വരുത്താനും? ഇപ്പോൾ ഒരു ദിവസം പോട്ടെ, രണ്ടാമത്തെ ദിവസമെങ്കിലും അവർക്കൊരു അപ്ഡേഷനോ കാര്യങ്ങളോ വരുത്തിക്കൂടെ. ഇനി ഇതാ അടുത്തത് ബിജോയ് ഇപ്പോൾ ഇൻ്റർകാഷിലാണ്. 3 ദിവസം 4 ദിവസമായി താരം ടീം വിട്ടു പോയിട്ട്. ആ ഒരു സമയത്ത് തന്നെ സൈൻ ചെയ്ത ബികാഷിൻ്റെത് ആഡ് ചെയ്തിട്ടുണ്ട്. ടീം വിട്ടുപോയ ആളെ എന്താ പറയുക, ഇതിനിപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ വെബ്സൈറ്റിലെങ്കിലും കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇപ്പോൾ 3 ആൾക്കാരെ സൈൻ ചെയ്തിട്ടുള്ളൂ, 7 ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു, ഇതറിയാണ്ടിരിക്കുക എന്താ ദൈവത്തിനറിയാം. പക്ഷേ ഇതൊക്കെ ഒരു വെറും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിൽ ഏറ്റവും വലിയ കോമഡി ഇത് കണ്ട, ഫസ്റ്റ് ഞാൻ പറയാം, ഡൂസൻ ലഗാട്ടർ, ഇന്ത്യ. ഡൂസൻ ലഗാട്ടറിൻ്റെ നാഷണാലിറ്റി ഇന്ത്യയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ട് തരാമെന്ന് വെക്കാം. നമുക്കിപ്പോൾ ആൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 മന്ത് ആവുന്നുള്ളൂ. ഓക്കെ, ഈ 1 മന്തിനുള്ളിൽ ആഡ് ചെയ്തു. ഇവരാരും ചെക്ക് ചെയ്യാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള തോന്നിയ പോലെയാണ്. അപ്പോൾ ഓക്കെ, 1 മന്തിനുള്ളിൽ ആരും ചെക്ക് ചെയ്തില്ല, അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു, പോട്ടെ. അഡ്രിയാൻ ലൂണ, യുറുഗൈ, ഓക്കെ, യുറുഗൈക്കാരനാണ്. ജീസസ് ഓക്കെയാണ്, സ്പെയിനാണ് നാഷണാലിറ്റി കൊടുത്തിട്ടുള്ളത്. കോമെ പെപ്ര, ഗാനയാണ് നാഷണാലിറ്റി കൊടുത്തിട്ടുള്ളത്. ഐമൻ, ഇന്ത്യയാണ് നാഷണാലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓക്കെ. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോവ സദോയി, ഇന്ത്യ. താരം ക്ലബിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1.5 വർഷമായി. ഇതുവരെയായിട്ട് ഈ സാധനത്തിന് വരെ ഒരു അപ്ഡേഷൻ വരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ ചെങ്ങായിമാർ കാട്ടുന്നത്? എന്താണ് ഇവർ എന്താണ് ഇവർ ഈ പണിയെടുക്കുന്നത്? അല്ലാതെ ഇത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളും കൂടിയും ഈ പൈസ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഈ ക്ലബിനെ അങ്ങനെ കൊണ്ടുപോകുന്നത്. മൊത്തം പൈസ നല്ല മുതലാളിമാർക്ക് നഷ്ടമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ മുതലാളിമാർ ശമ്പളം കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇതൊക്കെ ഈ ഒരു ഇതന്നെയാണ്, ഇവരെന്നെയാണ് ഈ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇതാക്കുന്നതൊക്കെ. ഇത് നോക്കി, നമ്മുടെ എത്ര നല്ല പ്ലെയറാണ്, നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ആ പ്ലെയറെ നമ്മുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ വരെ എത്രങ്ങാനും അൺപ്രൊഫഷണൽ ആയിട്ടാണ് ഈ സാധനം ചെയ്തത്. ഡൂസൻ ലഗാട്ടർ ഓൾറെഡി ഇന്ത്യൻ നാഷണാലിറ്റി ഇത് കൊടുത്തിട്ടുണ്ട്, അത് പോട്ടെ, താരം ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് വെക്കാം. ഇതൊക്കെ എത്ര മോശമുള്ള പരിപാടിയാണ്, ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര മോശമുള്ള സാധനം അത്. ഒരാൾ പാട് ചെയ്യുന്ന ഒരാൾക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഇതിൻ്റെ മേളിൽ ഒരാൾ ചെക്ക് ചെയ്യാനുണ്ടാവില്ലേ, ആളത്തെ മിസ്റ്റേക്ക് പറ്റി. ഇവർ പോലും ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നില്ലേ? അതായത് ആരും നോക്കുന്നില്ല തോന്നുന്നു. ഇത് വെറുതെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇവർ അപ്ഡേഷനൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സൈൻ ചെയ്ത ആൾക്കാരൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തെങ്കിലും ചെങ്ങായിമാർക്ക് ഇതൊന്നും നോക്കിയാൽ ഇതായിക്കൂടെ. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്താ പറയുക, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, ട്വിറ്ററൊക്കെ എന്ന് മരിച്ചിക്കണ്. ട്വിറ്ററൊക്കെ മരിച്ചിട്ട് കൊല്ലങ്ങളയക്കണേ, എന്നിട്ട് ഇപ്പോഴും ട്വിറ്ററിൻ്റെ ഇതും വെച്ചിട്ട് നടക്കുന്നത്. ഇതൊന്നും മാറ്റി എക്സ് ആക്കി കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. ഇതിലൊരു അപ്ഡേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ലോഗോ എല്ലാം മാറ്റേണ്ടത്. ട്വിറ്റർ എന്ന ലോഗോ മാറ്റി, എന്നിട്ട് നമ്മളിപ്പോഴും ഈ ലോഗോയും വെച്ച് നിൽക്കുകയാണ്. ഞാൻ കാണിച്ചിടാം, ബാംഗ്ലൂർ FC. ഞാൻ നേരത്തെ അടുത്ത് നോക്കിയതായിരുന്നു ഇവരുടെ. ഇതാണ് ഇപ്പോഴത്തെ ട്വിറ്ററിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ഇതാണ്, എക്സ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും എക്സിലൊക്കെ ആക്റ്റീവ് അല്ലേ.
അപ്പോൾ ഇതൊന്നും ഒരു കാര്യമായിട്ട് ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്നുള്ള രീതിക്ക് ഒരു പ്രൊഫഷണൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളെ വെച്ചാൽ ഒന്നും കൂടിയും ബെറ്റർ ആയിരിക്കും പല കാര്യങ്ങളിലും. നമ്മളിപ്പോൾ ഈ വെബ്സൈറ്റൊക്കെ എന്താ വെച്ചാൽ കുറേ ന്യൂസുകളും കാര്യങ്ങളും ക്ലബിൻ്റെ സൈഡിൽ നിന്ന് ഇടുന്ന ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഫേക്ക് റൂമറുകളൊന്നും കേൾക്കണം, നമുക്ക് ഒഫീഷ്യലായിട്ട് ഈ ക്ലബിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കാണാലോ എടുക്കാലോ എന്നൊക്കെ വെച്ചിട്ട് ഇതിൽ തന്നെ എല്ലാ ഇൻഫർമേഷൻസും ഈ തെറ്റായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈവൻ നാഷണാലിറ്റി വരെ ഇങ്ങനെ തെറ്റായി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ ക്ലബ്ബ് നന്നാവുക എന്ന് ദൈവത്തിനേ ഉള്ളൂ അറിയാം.